പന്തീരാണ്ടത്തെ ശാപങ്ങൾ തീരുവാൻ കൈവീഴാദോഷങ്ങൾ കുടുംബദോഷങ്ങൾ ചൊവ്വാദോഷങ്ങളെല്ലാം തീരട്ടെ മക്കൾക്ക് അച്ഛനും അമ്മയ്ക്കും അമ്മാവന്മാർക്കെല്ലാം ാദികളുടെ ദോഷത്തെ തീർക്കുന്നു മേളത്തോളം നിർവശയോളം കാലം നേടാം മാനങ്ങൾ കാവി പോലെ ജാലങ്ങൾ തൂകിടാം നല്ല ജോലിയിൽ ലഭിക്കണേ മക്കൾക്ക് മംഗല്യഭാഗ്യം ലഭിക്കണേ മകൾക്ക് മംഗളാതായ അനുഗ്രഹിക്കണമേ പ്രേതഭൂതാദികൾ മറ്റും വഴി പോലെ പ്രീതിപ്പെടുത്തണേ അമ്മേ ഭഗവതിയെ ഭൂലോകനായക ഭൂമി പ്രപഞ്ചക ഭൂമിക്കുടയോന നാഗരാജാവേ ആടുന്നൊരു നാഗവും ചൂടുന്ന രക്ഷിക്കും ശ്രീകൈലാസത്തിൽ നിന്ന് വിളയാടിപ്പോരുക നാഗരാജാവിന്റെ വാമഭാഗത്തായി വാസിച്ചരുളുന്ന യക്ഷിവന്യംബികയും പർവ്വത മന്ദിരെ പാർവതി വല്ലഭാഗ്യ സർപ്പദോഷം അകറ്റാൻ നാവോറുപാടി നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ കോതമംഗലത്ത് നിന്നും മല്ലിക വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ എത്തി. കന്നിമാസത്തിലെ ആയില്യം നാളിൽ ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠയ്ക്കടുത്തിരുന്ന ജനിച്ച നാളും പേരും ചൊല്ലി സർപ്പദോഷങ്ങളും അകറ്റാൻ അവർ നാവോറുപാടി. സർപ്പപൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയ ഭക്തർ ദക്ഷിണ സമർപ്പിച്ച് നാവോറുപാടിച്ച് സായുജ്യമടഞ്ഞു. തെക്കൻ ജില്ലകളിലെ ക്ഷേത്രങ്ങളിലാണ് കൂടുതലായും നാഗപ്രീതിക്കായി നാവോറുപാട്ട് നടക്കുന്നത്. ശബരിമലയിലും നാഗപ്രീതിക്കായി ഭക്തർ നാവോറു പാടിക്കാറുണ്ട്. അടുത്തിടെയായി മധ്യ കേരളത്തിലും നാവോറുപാട്ടിന് പ്രചാരം ഏറി വരികയാണ്. വടക്കുന്നാഥ ക്ഷേത്ര നടയിൽ നാവോറുപാടി ദോഷമകറ്റുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ 2ാം വർഷമാണ് കന്നിമാസത്തിലെ ആയില്യം നാളിൽ നാവോറുപാട്ട് നടക്കുന്നത്. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.